അവന്റെ വേദനയോടെയുള്ള ശബ്ദമാണ് തിരികെ പടികേറാൻ തുടങ്ങിയവരുടെ കാലുകളെ പിടിച്ചു നിർത്തിയത്. അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും കാണുന്നത് താഴെ കിടക്കുന്നവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞ് ചവിട്ടുന്ന ഇന്ദ്രനെയാണ്. ചവിട്ടുകൊണ്ട് അവൻ വേദന കൊണ്ട് താഴെ കിടന്ന് പിടയുന്നുണ്ട്. അവൾ ആദ്യം ഒന്ന് അന്തിച്ചു നിന്നെങ്കിലും പിന്നീട് വേഗം കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവനടുത്തേക്ക് ധൃതിയിൽ നീങ്ങി. എന്തു പറഞ്ഞടാ നായ നീ? അവൻ താഴെ കിടന്നവനെ വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ ആഞ്ഞിൽ മരത്തിലേക്ക് ചേർത്ത് നിർത്തി അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവനോട് അമറി. അവന്റെ ആ പിടുത്തത്തിൽ അവൻ ശ്വാസം കിട്ടാതെ ഇന്ദ്രന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ കൂടെ ഉണ്ടായിരുന്നവൻ അവനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇന്ദ്രന്റെ കൈകൾ അവനിൽ കൂടുതൽ മുറുകിയതല്ലാതെ അവനിൽ നിന്ന് അവൻ പിടിവിട്ടില്ലെന്ന് വേണം പറയാൻ. എന്താ ഉണ്ടായത്? അവൾ അവനരികിലേക്ക് വന്നിന്ന് ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ പിടിച്ച് മറു കൈ കൊണ്ട് അവനെ വിടിവിക്കാൻ ശ്രമിച്ചു. എന്തിനാ ഇയാളെങ്ങനെ ഉപദ്രവിക്കണേ? വിട്ടേ അയാൾ ചത്തുപോകും. അവൾ അവന്റെ കൈ ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവനവളെ നോക്കാതെ മുരണ്ടുകൊണ്ട് പറഞ്ഞു. പക്ഷെ അവളത് അനുസരിക്കാൻ പോയില്ല. കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് മാറിക്കിടി പുലേ! അവന്റെ ശബ്ദം അവൾക്ക് നേരെ ഉയർന്നു. അവൾ അവന്റെ കൈ വിട്ട് കുറച്ച് മാറി നിന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ ആ ഗർജനത്തിൽ അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിപ്പൊണ്ണൊന്ന് ഞെട്ടിവരച്ച് കരഞ്ഞു തുടങ്ങി. ഒന്നില്ലടാ. അവൾ കുഞ്ഞിനെയും തട്ടിക്കൊടുത്തുകൊണ്ട് അവനടുത്ത് നിന്ന് അല്പം മാറി നിന്നു. ഇന്ദ്രൻ ആ ചെറുപ്പക്കാരനെ തിരിച്ചിർത്തി ആ മരത്തിലേക്ക് മുഖം വെച്ചൊന്ന് ഉരച്ചു. ആ പരിക്കൻ പ്രതല അവന്റെ ക്ലീൻ ഷേവ് ചെയ്ത മുഖത്തെ രക്തം പൊടിച്ചുകൊണ്ട് കടന്നുപോയി. അവന്റെ അലറിക്കരച്ചിൽ അവിടെ ഉയർന്നു കേൾക്കാൻ തുടങ്ങി. അത് കണ്ടത് നീരി അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇപ്പൊ നിനക്കൊന്ന് തൊട്ടു നോക്കാൻ തോന്നുന്നുണ്ടോടാ? ഇന്ദ്രൻ അവന്റെ മുഖം ആ മരത്തിലേക്ക് തന്നെ അമർത്തി വെച്ചുകൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു. ആ ചോദ്യം കേട്ടോ നീരി അവനെ കാര്യം മനസ്സിലാവാതെ മുഖം ചുളിച്ച് നോക്കി.